വെൽക്കം ടു ഹാപ്പി ആൻഡ് കൂൾ. അപ്പൊ നമ്മൾ ഇന്ന് ഇവിടെ ഇരിക്കുന്ന കുറെ ഗിഫ്റ്റ് ഒക്കെ ആയിട്ടാണ് ഇന്നലെ ഒരു ബ്യൂട്ടിഫുൾ പ്രോഗ്രാം നടന്ന അല്ലെ, ബേബി ഷവർ അല്ലെ ഇവിടെ ബേബി ഷവർ ആയതുകൊണ്ട് ഒരുപാട് ഗിഫ്റ്റ് കിട്ടി. ഈ ബ്ലൂ ബോക്സിൽ നമുക്ക് ഓപ്പൺ ചെയ്ത് നോക്കാം അല്ലെ എന്തൊക്കെയാന്നുള്ളത്. ഡാഡി പറഞ്ഞു. പക്ഷെ ഈ ബ്ലൂ ബോക്സിൽ ആരെ ഈ ഗിഫ്റ്റ് തന്നത്? അത് അക്വ തന്നത്. അക്വാണ് കുഞ്ഞിന്റെ ഫ്രണ്ട് ആണ്. ഹേവുന് കൊറേ വിശേഷങ്ങൾ പറയാനുണ്ട്. അതിന് വേണ്ടിട്ട് നേരത്തെ റെഡി ആയതാണല്ലേ ഹേവുക്കുട്ടാ? ഹേവു രാവിലെ തൊട്ട് വെയിറ്റ് ചെയ്യാണല്ലേ, അൺബോക്സ് ചെയ്യാൻ വേണ്ടി ഇന്നലെ മുതൽ ഇങ്ങനെ ആക്കുന്നുണ്ട്. അപ്പൊ നമ്മള് രാത്രിയൊക്കെ ഉറങ്ങിയ ശേഷം നമുക്ക് മോർണിംഗിൽ ചെയ്യാന്ന് ഹേവുനെ സമാധാനിപ്പിച്ചതായിരുന്നു അല്ലേ? അപ്പൊ എന്നാലും നമുക്ക് കാണിച്ചു കൊടുക്കാം പ്രേക്ഷകർക്ക്. ഓപ്പൺ ചെയ്യണ്ടേ ഇപ്പൊ? കുഞ്ഞു തൊടാൻ പാടില്ല. ബേബി ഷവറിന്റെ ഫസ്റ്റ് ഗിഫ്റ്റ് ഓപ്പൺ ചെയ്യാൻ അപ്പൊ നമുക്ക് എല്ലാവർക്കും മനസ്സിലായി ഇത് ടെഡി ബിയർ ആണ്. കുഞ്ഞു ഓവർ കട്ട് ചെയ്താലോ? Wow, it's a beautiful teddy bear. എന്ത് നോസ് ഇടുന്നു ഡാഡിന്റെ കയ്യില്? നോസ് പറഞ്ഞു തന്നു. സാറില്ല, മമ്മി ഫിക്സ് ചെയ്ത് തരാം കേട്ടോ. എങ്ങനെ ഫിക്സ് ചെയ്യാൻ പറ്റും? ഇഷ്ടപ്പെട്ടാ? പിന്നെ സെക്കൻഡ് വൺ ഇതാ. ഇത് അല്ല കാണിച്ചു കൊടുക്ക് ബൊക്കെ അല്ലേ? ഇതാണ് ഇതൊക്കെ എനിക്ക് ടോയ് വലിയ വലിയ ബോക്സ് ഉള്ളതൊക്കെ ഹേതവിന്. ഇതൊരു അൺബോക്സ് ചെയ്തിട്ടില്ല, ഓൾറെഡി ഇത് ഇങ്ങനെയുള്ളതാണ്. ഇതിൽ എന്തൊക്കെയുള്ളത്? ഇതാ നട്ട്സ് ഉണ്ട്, കാഷ്യൂ നട്ട്സ്, കിസ്മിസ്, ഡ്രൈ ഫ്രൂട്ട്സ് ആണല്ലേ കംപ്ലീറ്റ്. ഇതൊക്കെയാണ്. ഇത് ഇവിടെ സാധാരണ നോർത്തിൽ കിട്ടുന്ന ഒരു കവറാണ്. ഒരു സെക്കൻഡ് ഓപ്പൺ ചെയ്യാം നമുക്ക്. സെലോ ടാപ്പ് കണ്ട് ഈ കവറിലുള്ളത് എന്താണെന്നറിയോ? പൈസ. ഇതില് ഈ കവറിന്റെ കൂടെ ഷോപ്പില് ₹1 പേസ്റ്റ് ചെയ്ത് കൊടുക്കും. പിന്നെ ബാക്കി ₹500, ₹1000 അങ്ങനെ കിട്ടിട്ട് 501, 1001 അങ്ങനെയാണ് കൊടുക്കുക അല്ലേ ഹേത്ത? ഓപ്പൺ ചെയ്ത് നോക്കിയാലോ നമുക്ക്? അത് ഓപ്പൺ ചെയ്തോ. അപ്പൊ നേരത്തെ കിട്ടില്ല എന്തോ നമുക്ക് ഇങ്ങനെ തന്നെ എടുത്തു വെക്കുന്നതാണോ പറയണത്? അങ്ങനെ എടുത്തു വെക്കണ്ട. ഡാഡി പറിക്കാം. അവനെന്തോ ഒരു ലക്ഷ്യമുണ്ട് എടുത്ത് വെച്ചിട്ട്. അതായിരിക്കാം. ഈ സെല്ലോ ടാപ്പ് ആവശ്യമില്ല. ഈ കവർ ആവശ്യമുണ്ടോ? എന്തിനാണ്? വേണ്ടി കാണിക്കാൻ. ബേബിക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് എടുത്തേക്കാൻ പോവാണ്. അത് ശരി. ഓപ്പൺ ചെയ്തു. 500 മണീസ്. ഇനി ഇത് മാത്രമല്ല, ഇനി ഉണ്ട് കുറെ. അപ്പൊ ഇതിലാണ് നെക്സ്റ്റ്. അപ്പൊ നമ്മൾ അടുത്തൊരു ഗിഫ്റ്റ് എക്സൈറ്റ്മെന്റിൽ പൊട്ടിച്ചോട്ടോ അല്ലേ കൂട്ടാ? ഇത് നോക്കി എന്താണ് മമ്മിക്ക് കൊടുക്ക? വള, പൊട്ട്, പിന്നെ സാരി, ടവൽ. ഇതാണ് ഒരു ഇവരുടെ രീതിയാണ് ഇത് കൊടുക്കലല്ലേ. എല്ലാത്തിനും നല്ല നല്ല അങ്ങനത്തെ ഓസ്പീഷ്യസ് ആയിട്ടുള്ള ഫങ്ഷൻസ് ഒക്കെ വരില്ലേ. അപ്പൊ വള, കുങ്കുമം ഇതൊക്കെ ലേഡീസ് കൊടുക്കും. ഓക്കെ, എന്താണ് വളക്കാപ്പല്ലേ? വളക്കാപ്പിന് വള എന്നാണ്. ഓക്കെ, വളക്കാപ്പ് ആയതുകൊണ്ട് വളയും പൊട്ടും കുങ്കുമം ഒക്കെ കിട്ടി. ഇതാ കുങ്കുമം. ഡോക്ടറാ തന്നെ. സ്ലോലി കേട്ടാ നമ്മുടെ പ്രേക്ഷകര് പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങൾ വാങ്ങാത്ത സാധനം മമ്മി ക്രീമാണെന്നൊക്കെ. അപ്പൊ ആക്ച്വലി എന്താണെന്നറിയോ, നമ്മുടെ ഹേവുനാണെങ്കിലും ക്രീമോ ലോഷൻ മോയ്സ്ചറൈസർ ഒന്നും ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നില്ല. നല്ലെണ്ണയാണ് ഉപയോഗിച്ചിട്ടുണ്ടായിരുന്നത്. സോപ്പ് ആണെങ്കിലും ജസ്റ്റ് ഇങ്ങനെയല്ല മാത്രല്ലേ നമ്മൾ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുകൊണ്ടാണ് അതൊന്നും വാങ്ങാനിരുന്നത്. പക്ഷെ ഇതിലുണ്ട് അത്. പൗഡർ അവന് 6 വയസ്സായിട്ട് ഉപയോഗിച്ചിട്ടില്ല. ഒരു തവണ കൃഷ്ണന്റെ വേഷം കെട്ടാൻ വേണ്ടിട്ട് ഉപയോഗിച്ചാണ് സ്കൂളിലേക്ക്, അത്രേ ഉള്ളൂ. പക്ഷെ അതെല്ലാം നമ്മുടെ പ്രേക്ഷകരുടെ മെസ്സേജ് കണ്ടറിഞ്ഞവർ തന്നു. സ്റ്റൈലും ഗിഫ്റ്റ് പരമായിട്ട് അടുത്തൊരു ഗിഫ്റ്റ്
ചെയ്തു. കട്ട് ചെയ്തു അല്ലേ? ഞാൻ കട്ട്. ഓക്കെ, എന്താണത് കേക്കുട്ടാ? എന്താന്ന് കാണിച്ചു കൊടുക്ക്. ഇത് ചോക്ലേറ്റ് കാണിച്ചാ പറ്റുന്ന കാണിച്ചല്ലേ മനസ്സിലാവൂ. വാവ്, ചോക്ലേറ്റ് ഉണ്ട്, റോസ് ഉണ്ട്, ഓപ്പൺ ചെയ്യാം. പിന്നെ ഓപ്പൺ ചെയ്യാം. നെക്സ്റ്റ് ഇതിന്റെ എന്താ? എന്താ ഹേമു? ഡ്രൈ ഫ്രൂട്ട്സ്. ഡ്രൈ ഫ്രൂട്ട്സ് ആണോ? ഹേമു തീരുമാനിച്ചു, അറിയില്ല. എനിക്കറിയാം. സെല്ലോ ടേപ്പ് ഞാൻ എന്നാ നീ ഒന്ന് ഓപ്പൺ ചെയ്ത് തന്നെ. ഹേമു പറയുന്നത് ഡ്രൈ ഫ്രൂട്ട് ആണോ? ആ ഇവിടെ ഒരു സെല്ലോ ടേപ്പ്. ഓക്കെ, എന്നാ ഹേമു കൂട്ട ഓപ്പൺ ചെയ്യും. നല്ല ഭംഗിയുണ്ടല്ലേ ഇത്? ഡ്രൈ ഫ്രൂട്ട്സ് ആൻഡ് ഡ്രില്ലിംഗ്. ഓക്കെ. ഡ്രൈ ഫ്രൂട്ട്. അരെ യാർ, വാ, ഒന്ന് കാണിച്ചേ. ടേൺ ചെയ്താ ആന്റി പറഞ്ഞു തന്നുണ്ട്. പറഞ്ഞു തന്നെ. ഒന്ന് ഇത് നമുക്ക് നല്ല ഭംഗിയില്ല ഒരു റോസാ ഫ്ലവർ കഴിക്കാട്ടോ. ഒന്ന് കഴിക്കാം. ഒരുപാട് ഇഷ്ടമായി തോന്നുന്നല്ലേ ഹേവക്കുട്ടാ? ചോക്ലേറ്റ് ഇഷ്ടപ്പെടാത്ത കുട്ടികൾ ഉണ്ടോ? ഇല്ല. ഇല്ല, ചോക്ലേറ്റ് ഇഷ്ടപ്പെട്ടു, നന്നായിട്ട് ഇഷ്ടപ്പെട്ടു അല്ലേ? ശുഭകരമായി എനിക്ക് ക്ലോസ് അങ്ങോട്ടേക്ക് മാറ്റി വെക്കാം. നല്ല Okay. ബോക്സ്. ഓക്കെ, ഓക്കെ, ഇത് ഇനി അടുത്തത്. ക്ലോസ് ഉണ്ട്. ക്ലോസ് ഉണ്ട്. എന്ത് ക്ലോസ്? മമ്മി ക്ലോസ് ചെയ്തോളാം. അപ്പൊ നമുക്ക് അടുത്തത് എനിക്കറിയാം. മറ്റേതുണ്ടാ. അത് ഇതാണ് ഡാഡി കാണിച്ചു കൊടുക്കാൻ ആ ബോക്സ് കാണിച്ചു നോക്കേ. ഇതില്ല. എന്താ നോക്കട്ടെ, ഫസ്റ്റ് ഇത് നോക്കട്ടെ. കാണട്ടെ ഹേവു, ബോക്സ്. ബോക്സിന്റെ ടോപ്പ് ഒന്ന് കാണട്ടെ മൊത്തേ. ഇതാ ആ. നല്ല Wow. ഹെവി ബോക്സ് ആണ്. നല്ല സ്റ്റൈൽ ഉണ്ട്. അതിനിവിടെ ഇത് ലോക്ക് ഒന്ന് കാണിച്ചേ. ലോക്ക് അൺലോക്ക് അൺലോക്ക്. അൺലോക്ക് ബോക്സ് ഒന്ന് അവിടെ ഓപ്പൺ ചെയ്തേ. ഒന്ന് എടുക്കട്ടെ. എടുത്തോപ്പാ. ഒന്ന് എടുക്കട്ടെ ഡാഡി. അയ്യോടാ, കുഞ്ഞെടുത്തോ കുഞ്ഞെടുത്തോ. ഇത് ഒന്ന് ടേസ്റ്റ് ചെയ്തോ കുഞ്ഞു. അച്ചക്ക് എടുത്തു വിട്ടല്ലോ നമുക്ക്. ടേസ്റ്റ് ചെയ്ത് നോക്കിയേ എടുത്തിട്ട്. ഇതാ ടേസ്റ്റോടാ, ടേസ്റ്റ് ഉണ്ടോ? ഓക്കെ, എന്നാ ബോക്സ് എടുത്ത് വെച്ചേക്കേ. ഇഷ്ടപ്പെട്ടോ? ഓക്കെ, ഇനി ഞാനാണ്. ഓക്കെ, വേറെ ബോക്സ് ആണ്. ഇനി നമുക്ക് ഇത് ഓപ്പൺ ചെയ്യാം. ഇതിലെന്താ നോക്കാം. അഗൈൻ മണി. ആ, ഹേമുനും പൈസ കിട്ടി. ഇത് ഈസി പൈസ ആണ്. അതിലുണ്ട് പൈസ. ആ ബ്യൂട്ടിഫുൾ കവർ. കുഞ്ഞൂസ് റെഡി ആവുന്നുണ്ട്. എന്തെടുക്കാനാണ് ഹേവക്കുട്ടാ? ഓക്കെ, ഒരു വലിയ ബോക്സ് ആണല്ലോ അത്. എന്നാ നമുക്ക് നോക്കാം. ഒരു ഗോൾഡൻ ഇവിടെ പൊട്ടിട്ടുണ്ട്. ഗിഫ്റ്റ് കവറില് ഓക്കെ, എന്താ അത്? അറിയില്ല. ഹേവക്കുട്ട എന്താണ് അത്? ഹേമു ഇനി ഹേവുന്റെ ഒരു Oh my God. For mommy. Wow, that's amazing. ഇത് കൊള്ളാലോ. ഇത് കേട്ടോ, ഇതാണ് കേട്ടോ നല്ലൊരു വാനിറ്റി ബാഗ് അല്ലേ ഹേമു? അരെ വാ, അത് അതിന്റെ അകത്തുള്ള പേപ്പേഴ്സ് ഒക്കെ അവിടെ ഇരുന്നോട്ടെ. അല്ല, അത് കളഞ്ഞേക്ക്. ഓക്കെ കളഞ്ഞോ? ഓക്കെ, നല്ലൊരു വാനിറ്റി ബാഗ്. കളയുന്നില്ല. ഓ ചൂട് ആൾക്കാ. വേറെയാണ് ഇത്. വലിയ ബോക്സ് ആണല്ലോ ഹേവക്കുട്ട. ഒന്ന് കാണിച്ച ബോക്സ് കാണിച്ചിട്ട് ഫ്രണ്ട് സൈഡ്. ഫ്രണ്ട് സൈഡ് എവിടെ ഹേമു? വാവ്, ഇതൊരു ബ്രീഫ് കേസ് പോലെ ഉണ്ടല്ലോ. അരെ ആ ബ്രീഫിൽ രണ്ട് ബോട്ടിൽ. ബോട്ടിലാണ്, ഗ്ലാസ് ബോട്ടിൽ. നല്ല ഭംഗിയുണ്ടല്ലേ? നല്ല സ്റ്റൈലുണ്ട്. മറ്റേ ബോട്ടിൽ കാണിച്ച്. അതിനകത്തും ആ സെയിം ഡിസൈൻ അല്ലേ ബോട്ടിലുള്ളത്? നല്ലതല്ലേ? അതിന്റെ ഉള്ളിൽ ഇത് വെച്ചിരിക്കുന്നതാണെങ്കിൽ ഒരു നല്ല ഗോൾഡ് പോലും നമ്മളിങ്ങനെ വെക്കാറില്ല അല്ലേ? ഇത്രയും സ്റ്റൈലിഷ് ആയിട്ട് വെച്ചിരിക്കുന്നത്. നല്ല ബോക്സ് ഇട്ടോ, എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇറ്റ്സ് വെരി യൂസ്ഫുൾ ബോക്സ് ആണ്. നമുക്ക് ബോക്സ് യൂസ് ചെയ്യാം. അതെ, കുഞ്ഞുസിന് എന്താ പറയാ, അടുത്ത് ഓപ്പൺ ചെയ്യാനുള്ള ത്രില്ലിലാണ്. ഓക്കെ ഓക്കെ, ബൊക്കെ നമ്മളിത് കണ്ടില്ലല്ലോ. വാവ്, സോ മെനി റോസസ്. പിന്നെ മറ്റേതാണ് സൺഫ്ലവർ ആണത്. സൺഫ്ലവർ പോലത്തെ ഫ്ലവർ. സൺഫ്ലവർ അത്. സൺഫ്ലവർ. ഇത് സൺഫ്ലവർ. ഡാലി അല്ലത്, സൺഫ്ലവർ. നല്ല ഭംഗിയായിട്ട് നല്ല സൂപ്പർ റോസ് ഒക്കെ ആയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു ഇനി ഇത് മാറ്റിയിട്ട് അത് മാറ്റി അടുത്തതിലേക്ക് കുഞ്ഞൂസ് വെച്ച് എന്ത് ചെയ്തു? ദാ ഒരു സോഫയിൽ നിറച്ചു, ടേബിള് ഫുള്ളായി. അപ്പൊ അടുത്ത പ്ലേസ് കണ്ടുപിടിച്ചു. വേറെ ഏതാണ്? ഇതിപ്പോ അടിയാണ് രണ്ടുപേരും കൂടെ. പിന്നെയും മണി. മൈ ഗോഡ്. ഓക്കെ ഓക്കെ ഓക്കെ, അത് വെച്ചോ പിന്നെ. പോക്കറ്റ് മണി ആയല്ലോ. മാത്രത് കൊടുക്കപ്പാ. ഇതാ കുട്ടികളുടെ അതറിയില്ല. അത് ഓപ്പൺ. നെക്സ്റ്റ് അഗൈൻ യുവർ ഡിപ്പാർട്ട്മെന്റ്. മൈ ഡിപ്പാർട്ട്മെന്റ്. ഇത് ഞാൻ ഓപ്പൺ ചെയ്തു. ഫസ്റ്റ് ഇത് ചൂടി വള വള വള. ഓക്കെ, നല്ല ഭംഗിയുള്ള വെൽവെറ്റിന്റെ വളയാണ്.
സാരി ഇതൊക്കെ ഇവരുടെ ഒരു ഇതാണ് അച്ഛാ, ട്രഡീഷണൽ ആണ്, ഒരു എന്താ പറയാ ഒരു വിശ്വാസാണ്. ബ്യൂട്ടിഫുൾ സാരി, നല്ല സ്റ്റൈലാണ് കേട്ടോ അല്ലേ. നല്ലൊരു സാരി. ടമാട്ട കന്യാദാനം എന്ന് കന്യാദാനം എന്ന് പറഞ്ഞ പറഞ്ഞാൽ ചടങ്ങുണ്ട്. കല്യാണം കഴിച്ചെടുക്കല്ല, കുട്ടികൾക്കും കുട്ടി പെൺകുട്ടികൾക്ക് അല്ലേ, പെൺകുട്ടികളുണ്ടാവും, കുഞ്ഞു കുട്ടികൾ ഉണ്ടാവും, അവർക്ക് നമ്മൾ ഇതുപോലെ പൊട്ട് അല്ലെ, അവർക്ക് യൂസ്ഫുൾ ആയിട്ടുള്ള കൊടുക്കും. ലേഡീസിന് നമ്മൾ എല്ലാ പൂജ കഴിയുമ്പോഴും ഇതുപോലെ കുങ്കുമം, മെഹന്തി, എന്താ പറയാ, പിന്നെന്താണത്, പൊട്ട്, വള, ഇതൊക്കെ കൊടുക്കും. അതൊക്കെ ഭയങ്കര നല്ല കാര്യമാണെന്നാണ് വിശ്വസിക്കുന്നത്. നല്ല കാര്യം, നല്ല പരിപാടിയൊക്കെ കൊടുക്കും. ഇനി അടുത്ത ഗിഫ്റ്റ് എന്താണ്? ഇതിനുള്ളിൽ അയ്യോ, ഇത് ഇങ്ങനെ തന്നെ എടുത്താൽ മതി. കുഞ്ഞു ഷോൾഡർ വെച്ചിരിക്കുന്ന ഹനുമാൻ മല കൊണ്ട് വരുന്ന പോലെ അല്ലേ കുഞ്ഞു? ബുദ്ധിമുട്ടുണ്ടോ? ആ സിസ്റ്റർ തന്നെ. ഓക്കെ, എന്നാ കുഞ്ഞു പൊട്ടിച്ചോളൂ. വിട്ടു, അത് വേണ്ട, ആവശ്യമില്ല. കുഞ്ഞുസിന്റെ എക്സൈറ്റ്മെന്റ് കാണാൻ വേണ്ടി. ഹിമാലയന്റെ പ്രൊഡക്റ്റ് ആണ് കേട്ടോ. എന്താ സംഭവം അറിയില്ല. നമുക്ക് ഇവിടെ എന്താണ് നമ്മുടെ വ്ലോഗ് ആരെങ്കിലും കണ്ടോ? നമ്മള് പൗഡറും സോപ്പും വാങ്ങാൻ. ഇത് സോപ്പാണ്. കൊറേ പേര് എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇത് മറക്കരുതെന്ന്. ആവശ്യം ഉണ്ടാവുന്നു. പക്ഷെ ഞങ്ങൾ ഇതൊന്നും ഒഴിവാക്കാന്ന് വിചാരിച്ചതായിരുന്നു, കാരണം കെമിക്കൽസ് അവോയ്ഡ് ചെയ്യാൻ വേണ്ടി നമ്മൾ ഒഴിവാക്കാൻ വിചാരിച്ചു. പക്ഷെ എന്തായാലും ഫ്രണ്ട്സ് അതിനൊന്ന് അലോ ചെയ്യുന്നു. ബേബി വാഷ് ഉണ്ട്, എന്താണ് ഹെത്ത മസാജ് ഓയിലായി, ഇതെന്താണ് ഡയപ്പർ റാഷ് ക്രീം, ബേബി പൗഡർ, ബേബി സോപ്പ്, ഇതെന്താണ് ഇത് ബേബി ക്രീം, ബോഡി ലോഷൻ, ഇത് ബോഡി ലോഷൻ. സത്യം ഇതൊക്കെ നമ്മൾ അവോയ്ഡ് ചെയ്ത സാധനങ്ങളാണ്. ഹിമാലയന്റെ ആണ് കേട്ടോ. ഒരു ബിഗ് സോപ്പ്, ഇത് ബേബി വൈപ്സ്. അപ്പൊ നമുക്ക് ഈ സാധനങ്ങളൊന്നും ഇനി വാങ്ങണ്ട. നമ്മള് വാങ്ങിയിട്ടേ ഇല്ല, എന്താ വെച്ചാല് വാങ്ങണ്ടെന്ന് വിചാരിച്ചിട്ടായിരുന്നു. നമ്മള് സാധാരണ നാച്ചുറൽ ആയിട്ടുള്ള നമ്മള് ഹെയറിന് എന്താ ചെയ്തത്, നല്ല നമ്മള് ഇത് കട്ട് ചെയ്താൽ ഇതിനുള്ളിൽ കുറെ പേപ്പേഴ്സ് ഉണ്ട്. നമ്മുടെ ടിഷ്യൂ പേപ്പറിലെ അതുപോലെ വൈപ്സ് ഉണ്ട്. വൈപ്പ് ഇത് കട്ട് ചെയ്താൽ നമുക്ക് അതിന്റെ ഉള്ളിൽ നിന്ന് 1 by 1 ആയിട്ട് എടുക്കാം. പിന്നെ എടുക്കാം. ഓക്കെ, ഇതൊക്കെയാണ് ഇതാണ് ഒരു ഫാദർ ആൻഡ് സൺ ഇട്ടോ. ഭയങ്കര ഓർഡറാണ് എല്ലാത്തിനും. ചിട്ടയാണ്. ഞാനാണ് ഈ സാധനം ഓക്കെ അവിടെ ഇടും. അവർക്ക് അത് തിരിച്ച് എടുത്ത് വെച്ച് ചിട്ടയായി വെച്ച് അല്ലേ. അതുകൊണ്ട് എനിക്ക് പണിയില്ല. ഓക്കെ, നമുക്ക് വൈൻഡ് അപ്പ് ചെയ്യാം. ഓക്കെ, അപ്പൊ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത്? അച്ഛക്ക് സ്വീറ്റ് കൊടുത്തില്ല. അച്ഛ ഇപ്പോഴാണ് വന്നേ. സ്വീറ്റ് എടുത്തു കൊടുത്ത്. ഏത് സ്വീറ്റാ? ചോയ്സ് ആണത്. അച്ഛൻ കാണിച്ചു കൊടുക്കുക. ഫസ്റ്റ് സെലക്ട് ചെയ്യാൻ ചോയ്സ് വേണ്ടേ? അപ്പൊ നമ്മള് വളരെ ഹാപ്പി ആയിട്ടുള്ള ഡേ ആയിരുന്നില്ല ഇന്നലെ വൈകുന്നേരം എന്ന് പറയുന്നത്. നമ്മൾ കുറച്ച് ലേറ്റായി പോയി, എന്നാലും വലിയ കുഴപ്പമൊന്നുമില്ല. എല്ലാ ഫ്രണ്ട്സും വന്ന് അല്ലേ, എല്ലാരും കറക്റ്റ് ടൈമിലെത്തി. പിന്നെ നമ്മൾ പോകുമ്പോ ചെറുതായിട്ടൊരു മഴ. അപ്പൊ ആ സമയത്താണ് നമുക്കൊരു നല്ലൊരു യെല്ലോ അടിപൊളി ഒരു കോട കിട്ടി അവിടുന്ന്. ഫ്രണ്ട്സിനോട് അറേഞ്ച് ചെയ്യാൻ പറഞ്ഞു. അൺഎക്സ്പെക്ടഡ് ആയിട്ട് നടന്നതാണ്. അപ്പൊ ഇപ്പൊ മഴ കണ്ടപ്പോ തന്നെ ഇവിടെ ഇങ്ങനെ റോട്ടിൽ കൂടെ നടത്തിക്കൊണ്ട് ഹോളാണെങ്കിൽ കുറച്ച് മേലെയാണ് അല്ലെ, ഒരുപാട് സ്റ്റേഴ്സ്. നല്ലൊരു ഫോട്ടോയ്ക്ക് എന്താ പറയാ, നമ്മള് ഫോട്ടോ എടുത്ത പോലെ ആയിപ്പോയി. എനിക്ക് ഇഷ്ടപ്പെട്ട കോടയൊക്കെയാണ് കേട്ടോ, ആ യെല്ലോ കോട. ഫ്രണ്ടിനോട് പറഞ്ഞു കഴിഞ്ഞപ്പോ അവൻ അപ്പൊ തന്നെ പറഞ്ഞു ഓക്കെ സാർ ഞാൻ റെഡി ആക്കി വെക്കാം. ഞാൻ ആ കൂടെ കണ്ടില്ല. ഞാൻ എന്നെ ഇങ്ങനെ നടക്കാനുള്ള ബുദ്ധിമുട്ടുകൊണ്ട് അങ്ങനെ വരുമായിരുന്നു. അപ്പൊ ന്യൂസ് ഒരു ബോട്ടിൽ എടുത്തിട്ട് പിടിച്ചിട്ടുണ്ട്. അവൻ നല്ല സ്റ്റാർട്ട് ചെയ്തു അല്ലെ കേട്ടാ. നോക്കുന്ന ക്യാമറ എന്നാലും സന്തോഷത്തോടെ നോക്കി ഇങ്ങനെ വൈൻഡ് അപ്പ് ചെയ്യാം അല്ലെ. എന്താണ് പറയാനുള്ളത്? ഒരുപാട് സന്തോഷം. ഇന്നലത്തെ പ്രോഗ്രാം കഴിഞ്ഞതിലും നല്ല രീതിയിൽ നടത്തിയതിലും ഒക്കെ സന്തോഷം. പിന്നെ ഇതൊക്കെയാണ് ഗൈസ് എനിക്ക് ഏറ്റവും ഇതായത് എന്താണെന്നറിയോ, നമ്മള് ഇതൊക്കെ കിട്ടിയത് ഒഴിവാക്കണം എന്ന് വിചാരിച്ചായിരുന്നു. പക്ഷെ എല്ലാ പ്രേക്ഷകരും നമ്മൾ ഇട്ടപ്പോ പറഞ്ഞു ഈ സാധനം വാങ്ങണമെന്ന് അല്ലെ, വൈപ്സും ഇതൊക്കെ. അപ്പൊ അതൊക്കെ നമ്മൾ ഗിഫ്റ്റ് ആയിട്ട് എത്തി. അപ്പൊ പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഇവരുടെ എന്താ പറയാ പൈസ കൊടുക്കണ കവറിന്റെ രീതിയും അതൊക്കെ അതൊക്കെ ഇവിടുത്തെ ഒരു ഇതാണ്.
പിന്നെന്താണ് വേറെ ഈ ഡ്രസ്സ്, ഈ പൊട്ട്, ബിന്ദി, ഇതൊക്കെ ഇവർ കൊടുക്കുന്നതാണ് ഇങ്ങനത്തെ ഗിഫ്റ്റ് ആയിട്ട്, ഇങ്ങനത്തെ ചടങ്ങുകൾക്കൊക്കെ. ഇവിടെ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണെന്നറിയോ, ഓരോ ചടങ്ങിന് ഓരോ വെറൈറ്റി ഗിഫ്റ്റ് ആണ് അല്ലേ. ഇപ്പൊ കല്യാണത്തിനാണെങ്കിൽ കല്യാണത്തിന്റെ വെറൈറ്റി, കുറെ ബൊക്കെ ആയിരിക്കും എല്ലാം റിലേറ്റഡ് ടു ബേബി പ്ലസ് ആ മമ്മേന്റെ ഹെൽത്തും അതിനനുസരിച്ചുള്ള ഡ്രൈ ഫ്രൂട്ട്സും കാര്യങ്ങളും. ഡ്രൈ ഫ്രൂട്ട്സ്, അതെ, എനിക്കും ബേബിക്കും അങ്ങനത്തെ സംഭവങ്ങൾ. എന്താ പറയാനുള്ളത് പ്രേക്ഷകർ? കുഞ്ഞിന് കഴിക്കാൻ പറ്റും. എന്താണ് നമ്മുടെ പ്രേക്ഷകരോട് പറയാനുള്ള സാറിന്? താങ്ക്സ് ടു ഓൾ. അപ്പോ ഇതൊക്കെയാണ് നമ്മുടെ വിശേഷങ്ങൾ. ഇനി നമ്മള് അതുപോലെ ഇനി പുതിയ പുതിയ വ്ളോഗുമായിട്ട് വരുമല്ലേ ഇനിയും. അപ്പൊ നമ്മളെ വീഡിയോ ഇഷ്ടമാണെങ്കിൽ തീർച്ചയായിട്ടും ലൈക്ക് ചെയ്യുക. പിന്നെ അതിനെ കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ പറയാ, കമന്റ് ആയിട്ട്. ഇൻ കേസ് നമ്മൾ എന്തെങ്കിലും വിട്ടുപോയെങ്കിൽ അതും കൂടെ ഒന്ന് ആഡ് ചെയ്താൽ നന്നായിരുന്നു അല്ലേ. അപ്പൊ നമുക്കൊന്ന് അതുകൂടെ പർച്ചേസ് ചെയ്ത് റെഡിയാക്കി നിൽക്കാം. അന്ന് പറഞ്ഞതൊക്കെ നമ്മൾ ഏകദേശം നോട്ടീസ് ചെയ്തു അല്ലേ. അന്ന് നമ്മൾ ആദ്യത്തെ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറെ തിങ്സ് നമ്മൾ പർച്ചേസ് ചെയ്തില്ല. കാരണം ഇല്ല, ടർക്കിയൊക്കെ ടവലൊക്കെ നമ്മൾ പർച്ചേസ് ചെയ്ത് വെച്ചിട്ടുണ്ട്. വേറെ എന്തെങ്കിലും കുറച്ച് 2-3 തിങ്സ് ഇല്ലായിരുന്നു. ആ മറ്റേ പാമ്പേഴ്സ്, ബേബി പാമ്പേഴ്സ് അത് നമ്മള് വലുതാണ് വാങ്ങിയത്, ചെറുതല്ല. അത് പ്രേക്ഷകർ പറഞ്ഞപ്പോഴാണ് നമുക്കും ക്ലിക്ക് ആയത്. അങ്ങനെ ഉണ്ട്. അപ്പൊ അങ്ങനെ ഇൻ കേസ് എന്തെങ്കിലും ഇനി മിസ് ആയിട്ടുണ്ടെങ്കിൽ ഒന്ന് പറയണേ. പക്ഷെ ഇത് ഗിഫ്റ്റ് ആണ്, മറ്റേ നമ്മൾ വാങ്ങേണ്ടതാണ്. അപ്പൊ ഇതെനിക്ക് ഭയങ്കരമായിട്ട് അങ്ങോട്ട് എന്താ യൂസ്ഫുൾ ആയിട്ട് ഫീൽ ചെയ്ത്. കാരണം മെഡിസിൻ ബോക്സിന് വേണ്ട അല്ലേ, ഞങ്ങളൊരു മെഡിസിൻ ബോക്സ് വാങ്ങാൻ വേണ്ടി നിൽക്കായിരുന്നു. മെഡിസിൻ ബോക്സിന്റെ കുറവുണ്ടായിരുന്നു അല്ലെ, അപ്പൊ അതൊക്കെ എത്തി. അതെ, അപ്പൊ ഇതൊക്കെയാണ് ഗായ്സ് നമ്മുടെ വിശേഷങ്ങൾ. അപ്പോ പുതിയ വീഡിയോ ആയിട്ട് നമുക്ക് വേഗം കാണാം. പിന്നെ പ്രേക്ഷകർ പറഞ്ഞിട്ടില്ലേ സെക്കൻഡ് പാർട്ട് ഇടണമെന്ന്, അത് നമ്മൾ ഇടും. അപ്പൊ നമുക്ക് ഇനിയിപ്പോ വൈൻഡ് അപ്പ് ചെയ്താലോ? യെസ്. അപ്പോ എല്ലാവർക്കും നല്ലൊരു ഡേ വിഷ് ചെയ്യുന്നു. ഇതൊക്കെയാണ് നമ്മളുടെ ചെറിയ 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 വിശേഷങ്ങൾ. ഇനി നമ്മുടെ എല്ലാ വിശേഷങ്ങളും നിങ്ങൾ കൂടി പങ്കുചേരണം അല്ലെ ഹെത്ത? നിങ്ങളുടെ പ്രയറും സപ്പോർട്ടും എന്നും ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം അല്ലേ. ഓക്കെ, നമുക്കിനി നെക്സ്റ്റ് വീഡിയോ. ബൈ.